ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജസ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫ്രൂയിഡിൻ്റെ സൈക്കോ സെക്ഷൽ തിയറി അല്ലെങ്കിൽ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. എറിക്സൺ ഡെവലപ്പ് ചെയ്തത് 8 സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ഫ്രോയിഡ് 8 സ്റ്റേജസ് ആണ്, ഫ്രോയിഡ് 5 സ്റ്റേജസ് ആണ്, എറിക്സൻ്റെ 8 സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. അദ്ദേഹത്തിന് തിയറി പ്രകാരം നമ്മൾ ലൈഫ് സ്പാനിനെ 8 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രം ഇൻഫൻസി ത്രൂ ലേറ്റ് അഡൽട്ട്ഹുഡ്. അത് ഈച്ച് സ്റ്റേജിൽ നമുക്ക് വി ഹാവ് എ സർട്ടൻ ടാസ്ക് ഉണ്ടായിരിക്കും. വി ഹാവ് ടു റിസോൾവ്. നമ്മൾ ഏതെങ്കിലും ടാസ്ക്കാണ്, ഓരോ ഏജിലും ഓരോ ടാസ്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ ക്രൈസിസ് ഉണ്ടായിരിക്കും. സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഈച്ച് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് സെൻസ് ഓഫ് ഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടാവാൻ കാരണമാണ്. നമ്മൾ ഫെയിലിയർ ഉണ്ടാവും ഈ പറയുന്ന ക്രൈസസോ ചലഞ്ചസോ ടാസ്കോ അതിൽ മാസ്റ്റർ ആവാൻ നമ്മൾ ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ ഇന്നെഡ്യൂക്കസിയെ ഫീൽ ചെയ്യുക, നമ്മൾ ഹെൽത്തി പേഴ്സണാലിറ്റി ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അതായത് ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രം ബർത്ത് ടു ബർത്ത് ടു 1 year. ഈ സ്റ്റേജിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട, അതായത് കുട്ടികൾ ജനിച്ച അന്ന് മുതൽ അവർ 1 year വരെ അവർക്ക് കൊടുക്കേണ്ട ട്രസ്റ്റാണ്. അതായത് ആരെ കൂടെ ട്രസ്റ്റ് കൊടുക്കുക, അവരെ പാരൻസ് അല്ലെങ്കിൽ അവരെ കെയർ ഗിവേഴ്സാണ്. പാരൻസിനായിട്ടായിരിക്കും മദറിനായിട്ടായിരിക്കും അവർക്ക് അറ്റാച്ച്മെൻറ്റ്സ്, അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുകയാണ്. അവരുടെ ബേസിക് നീഡ്സ് അഡൽട്ട് മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇൻഫൻറ്റ് ഡിപ്പെൻഡൻ്റ് ഓൺ ദെയർ കെയർ ഗിവേഴ്സ്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ 1 വയസ്സ് വരെയുള്ള നീഡ്സുകൾ നമുക്ക് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരുടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡിപ്പെൻഡബിൾ ആണെന്നും അവർക്ക് എന്ത് ഫീൽ ചെയ്യും, ഓക്കെ ഈ വേൾഡിൽ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, ഇത് വേൾഡ് സേഫാണ്. അങ്ങനെയാണെങ്കിൽ അവർ പ്രഡിക്റ്റബിളാണ്. എന്നാൽ അൺറെസ്പോൺസിബിളായ കെയർ ഗിവേഴ്സാണ് ഒരു കുട്ടിക്ക് കിട്ടണമെങ്കിൽ, അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവരെന്ത് തോന്നും, ആങ്സൈറ്റി ഉണ്ടായിരിക്കും, ഫിയർ ഉണ്ടായിരിക്കും, മിസ്ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് അവർ കാണുന്ന ഈ ലോകത്തെ അൺപ്രഡിക്റ്റബിളാണ്. ചിലപ്പോൾ കാര്യങ്ങൾ കിട്ടും, ചിലപ്പോൾ കാര്യങ്ങൾ കിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ കുട്ടികളുടെ 1 year നമുക്ക് അവരെ കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ ആദ്യമായിട്ട് ഈ ലോകത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ 1 year വരെ അവർ നീഡ്സ് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും നമുക്ക് ഈ വേൾഡിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ബിഹേവിയർ പ്രഡിക്റ്റബിളാണ്. എന്നാൽ ഒരു അൺറെസ്പോൺസിബിളായിട്ടുള്ള ഒരു കെയർ ഗിവേഴ്സാണ് ഒരു ബേബിക്ക് കിട്ടിയിരിക്കണമെങ്കിൽ അവർക്ക് മിസ്ട്രസ്റ്റ് ഉണ്ടായിരിക്കുക കെയർ ഗിവേഴ്സിനോട്. അപ്പോൾ ഈ ലോകത്തെ സംശയത്തോട് കൂടിയിട്ടായിരിക്കും അവർ വലുതാവുമ്പോൾ ജനങ്ങളെ കാണുക. അങ്ങനത്തെ ആൾക്കാരെ ക്യാരക്ടർ ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കുട്ടി ജനിച്ച് 1st year വരെ ഉണ്ടാകുമ്പോൾ, അതായത് കുട്ടിയുടെ നീഡ്സിന് അവർ പല ക്ലൂസ് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ക്ലൂസസൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അവരുടെ അറ്റൻഷൻ കിട്ടാനും അവരുടെ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. ഒരുപാട് അവരെ കരയിപ്പിക്കരുത്, മീൻസ് അത് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യണമെന്നാണ് ഇതിൽ പറയണത്. ഇതൊക്കെയാണ് സയൻറ്റിഫിക്കലി പറയണത്. ഇനി 1 year ശേഷം ഒരു 3 year വരെ കുട്ടി ഓട്ടോണമിയാണ്, അല്ലെങ്കിൽ ഷെയ്മഡ് അഡൽട്ട് പറയുന്നത്. അതായത് കുട്ടിക്ക് കുറേ പ്രിഫറൻസ് ഉണ്ടായിരിക്കും. ആ പ്രിഫറൻസ് നമ്മൾ സമ്മതിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കും. അതായത് നമുക്ക് വിത്തിൻ വർക്ക് അങ്ങനെ നമ്മൾ അവരുടെ പ്രിഫറൻസിനെ അവരുടെ ഫുഡാവാം, ടോയ്സ് ആവാം, ക്ലോത്ത് ആയിരിക്കും, എന്തെങ്കിലും അവരുടെ പ്രിഫറൻസ് നമുക്ക് പ്രിഫറൻസ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതായത് അവർ എൻവയോൺമെൻറ്റിൽ നിന്ന് ചില പ്രിഫറൻസ് അവർ കണ്ടെത്തും. ആ പ്രിഫറൻസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആവാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ പ്രിഫറൻസ് അവരെടുക്കുന്ന പ്രിഫറൻസിന് നമ്മൾ ഡിനേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാകും. അതേസമയം അവരുടെ പ്രിഫറൻസ് നമ്മൾ സമ്മതിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻസെന്നും അറ്റോണമി എന്നൊരു ഫീലും, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സെൽഫ് എസ്റ്റീം അവർക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അതിൻ്റെ അവരുടെ കഴിവിനെ അവർ സെലക്ട് ചെയ്യാൻ ആ എബിലിറ്റി, ഇനി നമ്മൾ അവർ
അവർക്ക് സമ്മതിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവരും ചിന്തിക്കും എനിക്ക് കഴിവില്ല അന്ന് ചിന്തിക്കുന്നു. അത് നമ്മൾ അങ്ങനെ ഇതിലൊക്കെ പറയണത് ബിക്കോസ് ഒരു കുട്ടികൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ ഇന്ന ഡ്രസ്സ് അവർക്ക് നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് ആ ഡ്രസ്സ് ഇഷ്ടമല്ല, അവരായിട്ട് ഡ്രസ്സ് എടുക്കും. അത് നമ്മൾ സമ്മതിച്ച് കൊടുത്താൽ ഇറ്റ്സ് ഓക്കെ. സമ്മതിച്ച് കൊടുത്താൽ അവർ മനസ്സിലാവും. പക്ഷെ മിക്കവാറും നമ്മൾ ഇത് വേണ്ട അത് മതി, അത് വേണ്ട ഇത് മതി എന്നൊക്കെ അവരോട് പറയുമ്പോൾ നമ്മൾ അവർ പറഞ്ഞത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും അവർ പറയണത്. അവർ പറഞ്ഞതിൽ നിന്ന് മാറ്റിയിട്ട് അവരുടെ ആഗ്രഹത്തെ നമ്മൾ ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ ലോ സെൽഫ് എസ്റ്റീമും ഷെയിം എന്ന് പറഞ്ഞ ഫീലിങ്സ് ഉണ്ടാവുമെന്ന് പറയാം. അപ്പോൾ ബാലൻസ് ചെയ്താൽ മതിയാവും. ചില കാര്യങ്ങളിൽ എപ്പോഴും നോ എന്ന് പറയാതെ അവരുടെ കാര്യങ്ങൾ, ആ ടോയ്സ് എടുക്കരുത്, ആ ഫുഡ് കഴിക്കരുത്, അല്ലെങ്കിൽ അത് കഴിക്കരുത്, അങ്ങനെ പറയാതെ അവരുടെ ഡിമാൻഡ്സുകളെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക. സെയിം ടൈം അതിൻ്റെ കോൺസിക്വൻസുകൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കണം. ഈ ഏജിലാണ് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഈ ഏജിൽ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട അടുത്ത സ്റ്റേജിലൊക്കെ അവർക്ക് ഡൗട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി അതാണ് ഇനീഷ്യേറ്റീവ് ആൻഡ് ഗിൽട്ട് എന്ന് പറഞ്ഞാൽ. അവർ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ സോഷ്യൽ ലേൺ ചെയ്യും, ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ അവർ സ്കൂളിൽ പോയാൽ അവർ കുറച്ച് റെസ്പോൺസിബിൾ ആവും. അപ്പോൾ അവർ ചൈൽഡിനെ വിത്തിൻ ലിമിറ്റിൽ അവർ ചൈൽഡ്രൻസിന് ചോയ്സ്. അപ്പോൾ ഈ 3 ഇയറിലും 6 ഇയറിലൊക്കെ കുട്ടികൾ അവർ ചോയ്സ് തീരുമാനിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ മോനൊക്കെ ഇപ്പോഴും അവന് ആ ചോയ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ചിൽഡ്രൻസിന് ചോയ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഈ സ്റ്റേജിൽ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഇനീഷ്യേഷനെ മിസ്ഫയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓവർ കൺട്രോളിങ് പാരൻസ് ആണെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, ഗിൽറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഓവർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, പാരൻസ് ഒരുപാട് അവരെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ 3 to 6 ഇയേഴ്സിൽ പാരൻസ് അവരുടെ ഇഷ്ടത്തിനൊന്നും അധികം കൺട്രോളിങ് കൂടുതലാണെങ്കിൽ അവരെന്തുണ്ടായിരിക്കും, ഗിൽറ്റ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്യൂരിറ്റി എന്ന് പറയുന്നത് 6 to 12 ഏജാണ്. അതായത് ഒരു ടാസ്ക് ചെയ്യുമ്പോൾ അവരെപ്പോഴും കമ്പയർ ചെയ്യും. അവരെ കൂടുതലുള്ള ഒരാളായിട്ട് അവർ മറ്റുള്ളവരെ കമ്പയർ ചെയ്യും. അവരെ വർക്ക് മറ്റുള്ളവർ വർക്കും. അപ്പോൾ അവരുടെ വർക്കിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരിക്കും. അതേസമയം അവരെ പ്രൈഡ്, അവർ ഡെവലപ്പ് ചെയ്യുക സെൻസ് ഓഫ് പ്രൈഡും അക്കംപ്ലിഷ്മെൻറ്റ്. അവർ സ്കൂൾ വർക്ക് ചെയ്യുമ്പോൾ ഗുഡാണ് ചെയ്തത്, നന്നായി, സ്പോർട്സിലാണ്, സോഷ്യൽ ആക്ടിവിറ്റീസിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും അവർ അക്കംപ്ലിഷ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് വിചാരിക്കും. മെഷറപ്പ് നടത്താണ്, കറക്റ്റായിട്ട് അവരെ ഓക്കെ എന്ന് ചെയ്ത കാര്യം കറക്റ്റാണ് അവർ മെഷർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും, അവർ ഹാപ്പി ആയിരിക്കും, അവർ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് എന്താ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരിക്കും ഈ അഡോളസൻസിൽ. അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏജ് 12 to 18. അപ്പോൾ 6 to 12 അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി ആൻഡ് റോൾ കോൺഫ്ലിക്റ്റ്, റോൾ കൺഫ്യൂഷൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വയസ്സ് മുതൽ 18 അതായത് ടീനേജിൽ 12, 13, 14, 15, 16, 17, 18 ഏജിൽ അവർ തന്നെ കണ്ടെത്താൻ ശ്രമിക്കും. ഹൂ ആം ഐ, എന്താണ്, വാട്ട് ഡു ഐ വാണ്ട് ടു ഡു വിത്ത് മൈ ലൈഫ്. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ജീവിതത്തിൽ പർപ്പസ് എന്താ, ഞാൻ ആരാണ്, ഇങ്ങനെ അവരിങ്ങനെ പല റോളുകളും ഇങ്ങനെ എനിക്ക് പല എന്താ പറയുക റോളുകൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. അഡൽട്ട് ചെയ്യുന്ന പല റോളുകൾ എനിക്ക് ഫിറ്റ് ആവുന്നു, അതെനിക്ക് ഫിറ്റ് ആവുന്നുണ്ടോ, ഇതെനിക്ക് അങ്ങനെ അവർ ശരിക്കും അവർ ഐഡൻറ്റിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന സമയമാണ്. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻസൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്യൂച്ചർ എന്താവുക, അപ്പോൾ അങ്ങനെ അവർക്ക് അവരുടെ ഒരു ഇഷ്ടത്തിന് അവർ ചിന്തിക്കാനും മാറാനും അവർക്ക് പോവുകയാണെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. എന്നാൽ ചില സമയത്ത് പാരൻസാണ് അവരുടെ ഐഡൻറ്റിറ്റി ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. പാരൻസിൻ്റെ ഐഡിയ പോലെയാണ് ഫ്യൂച്ചർ അവർ കൺഫേം. അതായത് പാരൻസാണ് അവർ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, ടീനേജേഴ്സിൽ അവർക്ക് സംശയമായിരിക്കും, അതെന്താണ് റോൾ കൺഫ്യൂഷനായിരിക്കും. പാരൻസ് അവർക്ക് കൂടുതലായിട്ട് സെൻസ് ഓഫ് സെൽഫിന് പകരം പാരൻസിന് ഐഡിയയ്ക്കാണ് പോകണമെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ റോൾ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇനി ഇൻറ്റിമസി ആൻഡ് ഐസൊലേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ അഡോളസൻസ് പീരീഡിൽ എന്താ പറയുക,
അവരുടെ എന്താ പറയുക കറക്റ്റായിട്ട് അവർ ആരാണ്, എൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണെന്ന് വിചാരിക്കൂ. ഓക്കെ, അയാൾ ഈ സ്റ്റേജിൽ 20 to 40 ഇയറിൽ വേറൊരാൾക്കും കൂടി ലൈഫ് ഷെയർ ചെയ്യാൻ സഹായിക്കും. അതായത് യങ് അഡൾട്ടിൽ അവർ സക്സസ്ഫുൾ മറ്റുള്ളവരായിട്ട് സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, അവർക്ക് സക്സസ്ഫുൾ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഇൻ അഡോളസൻറ്റ് സ്റ്റേജിൽ ഉണ്ടായില്ല എന്ന് വിചാരിക്കും. അഡോളസൻറ്റ് സ്റ്റേജ് 12 to 18 ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ഐസൊലേഷൻ ആവും, അവർക്ക് അവരെ തന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല, എന്നിട്ടല്ലേ മറ്റുള്ളവരെ അവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ പറ്റാതെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. ഇനി 40s സംഭവിക്കുക, 40 to 60 വരെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് മിഡിൽ അഡൾട്ട്ഹുഡാന്ന് പറയാം. ജനറേറ്റിവിറ്റി സ്റ്റാഗ്നേഷനാണ്. ജനറേറ്റിവിറ്റി മീൻസ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൻ്റെ വർക്ക്, അതായത് സൊസൈറ്റിയുടെ ആക്ടിവിറ്റി, അതായത് വളണ്ടറിങ് ആക്ടിവിറ്റി, മെൻറ്ററിങ് ആണെങ്കിലും കുട്ടികൾ, അതായത് അവരുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് അവരുടെ കോൺട്രിബ്യൂഷനാണ് 40 to 60 നടക്കുന്നത്. അതായത് ഈ മിഡിൽ ഏജ്ഡ് അഡൾട്ടിൽ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുട്ടികളാവാം, കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതായിരിക്കാം, ഒരു മീനിങ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് വർക്കിൽ എൻഗേജ് ചെയ്യും. എന്തിനു വേണ്ടി? പോസിറ്റീവ് സൊസൈറ്റിയുടെ പോസിറ്റീവായ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. അങ്ങനെ ആൾക്കാർ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ സ്റ്റാഗ്നേഷനായിരിക്കും, അവർക്ക് കണക്ഷൻ ഉണ്ടായിരിക്കില്ല അതേഴ്സിനായത്, ആ പ്രൊഡക്ടിവിറ്റിയോ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റോ ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അവർ ആദ്യം മറ്റുള്ള ഇതൊന്നും ശ്രദ്ധിക്കാം. ആദ്യത്തെ, അതായത് 12 to 18 അഡോളസൻസ് പീരീഡിൽ കറക്റ്റായിട്ട് അയാളുടെ ഐഡൻറ്റിറ്റി മനസ്സിലായ വ്യക്തിക്ക് 20ൽ ജനറോസിറ്റി ഉണ്ടാവുള്ളൂ. അതായത് അയാൾക്ക് മറ്റുള്ളവർ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുമായിട്ട് കറക്റ്റായി ഇൻറ്റിമേറ്റുകൾ, അതായത് ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തു, അതിനനുസരിച്ച് നമുക്ക് ഇൻറ്റിമസി ഉണ്ടായി, നമ്മൾ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായി. അങ്ങനെ ലൈഫ് സക്സസ് ആയ ആൾക്കാർക്കാണ് നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ചിന്ത വരുള്ളൂ. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജിന് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസപ്പിയർ, അതായത് മിഡ് ലൈഫിൽ, അതായത് ലേറ്റ് അഡൽഹുഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഇതിന് ലേറ്റ് അഡൽഹുഡ് എന്ന് അറിയപ്പെടും. ഈ പീരീഡിനെ കോമൺ ലേറ്റ് അഡൽഹുഡ് എന്ന് അറിയപ്പെടുന്നു. അവർക്ക് ഞാൻ പിന്നോട്ടേക്ക് നോക്കുമ്പോൾ അവർ സക്സസ്ഫുൾ, അവർ റിഗ്രറ്റ് വളരെ കുറവായിരിക്കും, അവർക്കാണ് ഇൻറ്റഗ്രിറ്റി ഉണ്ടാവുക. എന്നാൽ അത്രയ്ക്കും നോട്ട് സക്സസ്ഫുൾ ആയ സ്റ്റേജാണെന്ന് വിചാരിക്കും. മുമ്പത്തെ സ്റ്റേജിലൊന്നും സക്സസ്ഫുൾ ആകാത്ത ആൾക്ക് ഈ സ്റ്റേജിൽ എന്താ തോന്നുന്നത് വെച്ചാൽ അങ്ങനെ അവർക്ക് ഒരുപാട് ബിറ്റർ ഫീലിംഗ് ഓഫ് ബിറ്റർനെസ്സും ഡിപ്രഷനും ഡിസപ്പിയർനെസ്സൊക്കെ ഉണ്ടാവുക. അതായത് അങ്ങനെ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് ബി, നൗ ഷുഡ് ഹാവ് ബി, വുഡ് ഹാവ് ബി എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ കൂടുതലാണ് വരികയാണ്. ഇതാണ് എറിക്സൻ്റെ ലൈഫ് സ്റ്റേജസിനെ കുറിച്ച് പറയുന്നത്. നല്ല എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുള്ള, കുറേ എക്സ്പ്ലനേഷൻ അന്വേഷിച്ചപ്പോൾ ഇത്രയും കൺഫ്യൂഷൻ ഇല്ലാഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേജായിട്ട് എനിക്കിത് തോന്നി, ലിങ്ക് തോന്നി. എറിക്സൻ്റെ 8 സ്റ്റേജസ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് അതാണ് ഈ നോട്ട്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, PPT ഒക്കെ നോക്കിയതായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ പറയുന്നത് എറിക്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രോയിഡിൻ്റെ സൈക്കോ സെക്ഷൽ തിയറിയുടെ ഓപ്പോസിറ്റാണ്. അതായത് 8 സ്റ്റേജസ് ആയിട്ട് മോഡിഫൈ ചെയ്ത് സൈക്കോ സോഷ്യൽ എന്ന് പറയുന്നു. 8 സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജസിലും അവർ ഒരു ഐഡിയ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ടാസ്ക് ഉണ്ടായിരിക്കും, ക്രൈസിസ് ഉണ്ടായിരിക്കും, ചലഞ്ചസ് ഉണ്ടായിരിക്കും. അത് സക്സസ്ഫുള്ളായിട്ട് അതിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ അയാൾക്ക് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും. 8 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ട്രസ്റ്റ് ഉണ്ടാവുന്നതാണ്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർ കെയർ ഗീവേഴ്സ് നല്ല വിശ്വസിച്ച് അവർക്ക് അവരുടെ ഡിമാൻഡ്സ് മനസ്സിലാക്കി ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുക, അവർക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എൻവയോൺമെൻറ്റ് ഓൾസോ ട്രസ്റ്റബിളാണ്, പ്രഡിക്റ്റബിളാണ്, ആരെയും ഒരു മിസ്ട്രസ്റ്റ് ചെയ്യില്ല. ഓട്ടോണമി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കോൺഫിഡൻസ് ആണ്. ഓട്ടോണമി അവർ പറയുക ചൂസ് ചെയ്യാൻ, അവർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് ഡൗട്ടില്ലാതെ കോൺഫിഡൻസ് കൊടുക്കണം. അത് തന്നെയാണ് ഇനീഷ്യേറ്റീവിൽ അവർക്ക് കോൺഫിഡൻസ് തന്നെ കൊടുക്കണം. ഇൻഫ്യൂരിറ്റീസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആരാ, ഞാൻ എന്തിനാണ്, ലൈഫ് പർപ്പസ് എന്താണ് ഐഡൻറ്റിറ്റി. ഇൻറ്റിമസിക്ക് ഒരു ഐഡൻറ്റിറ്റി കിട്ടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് കരിയർ സക്സസ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൻസ് എനിക്കൊരാളെ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് എൻ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻട്രഷിപ്പ് എത്തിയ ആൾക്ക് ജനറസിറ്റി എന്ന് വെച്ചാൽ അയാൾ പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്കിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ആൾക്കാരെ ലാസ്റ്റ് ലൈഫിൽ ലേറ്റ് അഡൽട്ട്ഹുഡിൽ ഇൻറ്റഗ്രിറ്റി ഫീൽ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയുന്നത്.
ഇത്രയും നല്ല സ്റ്റേജസാണ്. ഇത് നിങ്ങൾ പഠിച്ച് നോക്കി നോക്കും. ഇത് ഈ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് 2 സ്റ്റേജസ് ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് എറിക്സൻ്റെയും ഒന്ന് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും. ടെക്സ്റ്റ് ബുക്കിൽ അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പറിൽ പേഴ്സണാലിറ്റി കഴിഞ്ഞാൽ എത്രാമത്തെ പേജ് നമ്പറാണെന്ന് അറിയാം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയണത്. ഇപ്പോൾ നിങ്ങൾ പേജ് നമ്പർ നോക്കി നോക്കൂ. പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയണ പേജ് നമ്പർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി, സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 28 ഉണ്ട്. ഫ്രോയിഡ് സ്റ്റേജസ്, നിയോ ഫ്രോയിഡൻ തിയറീസ് ആൻഡ് എറിക്സൺ സൈക്കോളജിക്കൽ സ്റ്റേജസ്. അപ്പോൾ 2 സൈക്കോളജിക്കൽ സ്റ്റേജസിൻ്റെ ഡീറ്റെയിൽഡാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ 2 ക്ലാസ്സിലായിട്ട് പറഞ്ഞത്. ഇനി നിങ്ങൾ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.